ഒരു തരത്തിലും പീൽ ഓഫ് ആവില്ല. ഒരു കാരണവശാലും ഇത് ബബിൾ ചെയ്യില്ല. ശരി, വാട്ടർ പ്രൂഫിംഗ് ആയിട്ടുള്ള ഒരു പെയിന്റിനെ കുറിച്ച് കേട്ടത് വളരെ വാട്ടർ പ്രൂഫിംഗ് ആണ്, റിഫ്ലക്റ്റിംഗ് ആണ്. വാട്ടർ പ്രൂഫ് ചെയ്യുമ്പോഴത്തേക്കും ആണി അടിച്ചു കഴിഞ്ഞാലുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അതിന്റെ ഇവിടെ പ്രൈസ് ഏകദേശം പ്രൈസ് നമുക്ക് കളറെ ഡോക്ടർ ഇവിടെ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എത്ര കളേഴ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്? നമുക്ക് ഡോക്ടർ ഹാപ്പിയാണോ? 100%. ഫ്ലോറിൽ നമുക്ക് ആ നനച്ചതിന്റെ നനവും ഡാമേജും നമുക്ക് അവിടെ കാണാം. നമസ്കാരം. തൃശ്ശൂർ ജില്ലയിലെ അയ്യന്തോളുള്ള ഡോക്ടർ സജീവിൻ്റെ വീട്ടിലാണ് നമ്മൾ നിൽക്കാനായിട്ടുള്ളൊരു കാരണമുണ്ട്. എൻ്റെ വീടും ഞാൻ ചെയ്യുന്നത് ഒരു കോണ്ടംപററി മോഡേൺ മിക്സിലാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അതിൽ നമുക്ക് എക്സ്റ്റീരിയർ ഉപയോഗിക്കേണ്ട പെയിൻറ്റുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താണെന്ന് വെച്ചാൽ അതിൽ വരുന്ന വാട്ടർ പ്രൂഫിംഗ് ആണ്. നമ്മളിപ്പോൾ 1 വർഷം കഴിഞ്ഞാൽ 2 വർഷം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞിട്ടൊക്കെ അതിനകത്ത് പായൽ പൂപ്പലൊക്കെ പിടിച്ചിരുന്നാൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു പെയിൻറ്റ് അന്വേഷിച്ച് നിന്നപ്പോഴേക്കാണ് വാട്ടർ പ്രൂഫിംഗ് ആയിട്ടുള്ള ഒരു പെയിൻറ്റിനെ കുറിച്ച് കേട്ടത്. വളരെ വ്യത്യസ്തമായിട്ടുള്ളതാ ഇപ്പം നിങ്ങൾ കാണുന്ന ഒരു മാറ്റ് ഫിനിഷിൽ യഥാർത്ഥത്തിൽ ഫിനിഷ് എന്താണെന്നൊക്കെ ഉള്ളത് അത് ഈ കമ്പനിയുടെ തന്നെ ആൾക്കാരുണ്ട്, അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഇന്ന് നിൽക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ടാണ്. വളരെ ഗംഭീരമായിട്ടുള്ള നെസസറി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താനാണ്. ഞാൻ ജയശങ്കർ, ഹോം ആൻഡ് കമേഴ്ഷ്യൽ ഇന്ത്യയുടെ കൺസൾട്ടൻറ്റ്. ഡോക്ടർ ഇന്ത്യയുടെ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എൻ്റെ അപ്പോൾ മിസ്റ്റർ ദീപക് ജി ആണ്. ദീപക് ജി നമസ്കാരം. എപ്പോഴും ചില പ്രോഡക്റ്റുകൾ നമുക്ക് അന്വേഷിക്കുമ്പോഴത്തേക്ക് അത് കിട്ടുന്നത് വളരെ യാദൃശ്ചികമായിട്ടിരിക്കും. നമ്മുടെ ഫേമിൻ്റെ പേര് ആദ്യം ഒന്ന് പറഞ്ഞോട്ടെ. എൻ്റെ ഫേമിൻ്റെ പേര് ഹെൽഗൻ സൊല്യൂഷൻസ് എന്നാണ്. ഓക്കെ, നമ്മൾ വാട്ടർ പ്രൂഫിംഗ് ആണ് മെയിനായിട്ട് ചെയ്യുന്നത്. വാട്ടർ പ്രൂഫിംഗിൽ തന്നെ ഒരു യൂണിക് പ്രൊഡക്റ്റ് ആണ് ആക്ച്വലി നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഇത് എവിടെ നിന്നുള്ളതാണ്? ഇത് ആക്ച്വലി ജർമ്മൻ ബേസ് ചെയ്തുള്ള ഒരു കമ്പനിയിലാണത്. ആർഡെക്സ് എന്നാണ് ഈ കമ്പനിയുടെ പേര്. ഇതിലോട്ട് വരുന്നതിന് മുന്നേ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഞാനിത് പറഞ്ഞത് പെയിന്റ് എന്നുള്ള നിലയ്ക്കാണ്. യഥാർത്ഥത്തിൽ ഇതിന്റെ ഫീച്ചർ വാട്ടർ പ്രൂഫിംഗ് ആണ്. അതെ. അപ്പോൾ ആക്ച്വലി നിങ്ങളുടെ ഒരു ഭാഷയിൽ പറഞ്ഞത് ഇത് പെയിന്റോ വാട്ടർ പ്രൂഫിങ്ങോ? ഇത് വാട്ടർ പ്രൂഫിംഗ് ആണ്. വാട്ടർ പ്രൂഫിംഗ് ആണ്. ഇത് ആക്ച്വലി 100% വാട്ടർ പ്രൂഫിംഗ് ആണ്. ഇതിൻ്റെ മെയിനായിട്ടൊരു പർപ്പസ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സ്റ്റീരിയർ ചുമരിൽ നിന്നും ഡാമ്പനസ് വീടിൻ്റെ ഉള്ളിലേക്ക് കയറാതിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇത്. അതേപോലെ തന്നെ കാപ്പിലറി ആക്ഷനോ റേസിൻ ഡാമേജ് എന്തെങ്കിലും ഉണ്ടായാൽ പോലും നമ്മുടെ ചുമരും അടിച്ചിരിക്കുന്നത് ഇത് ബബിൾ ചെയ്യില്ല, അല്ലെങ്കിൽ പീൽ ഓഫ് ആയിട്ട് വരില്ല. ഇതിൽ ഈ നിൽക്കുന്നത് മതിലാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സജീവ് ഡോക്ടറുടെ വീട്ടിലാണ്. അതെ. ഇത് എത്ര വർഷം കഴിഞ്ഞിട്ട്? 1 കൊല്ലം കഴിഞ്ഞില്ലേ? 1 കൊല്ലം കഴിഞ്ഞു. 1 വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു വോളാണ് ഇത്. അതെ. എനിക്ക് തോന്നുന്ന ഒരു 9 അടി 10 അടി വലുപ്പത്തിലാണ് ഈ വോള് ചെയ്തിരിക്കുന്നത്. എക്സ്റ്റീരിയർ വോള്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വീടിൻ്റെ ഭിത്തി ഇതാണെങ്കിൽ പോലും ഇവിടെ നിന്ന് ആദ്യം തുടങ്ങാൻ കാര്യം ഇതിൽ തന്നെ നമ്മളിപ്പോൾ ഈ കാണുന്നത് ഒരു ടെക്സ്ചർ ഫിനിഷാണ്. ഞാൻ വെളിയിൽ നോക്കിയപ്പോഴത്തേക്കും നമ്മൾ ആദ്യം കണ്ടപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു തന്നു, പക്ഷെ നമ്മൾ കാണുമ്പോഴത്തേക്ക് അതിൻ്റെ ഡിഫറൻസ് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. ഒരു ടെക്സ്ചറാണ്. യഥാർത്ഥത്തിൽ ഈ ഫിനിഷിന് പറയുന്ന പേരെന്താണ്? ഹണിക്കോം ടെക്സ്ചർ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുക. ഹണിക്കോം എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ റോളറിൻ്റെ പേര് ഹണിക്കോം വെച്ചിട്ടാണ് ചെയ്യുക. ഇത് ഏറ്റവും വളരെ നൈസ് ആയിട്ടുള്ളൊരു ടെക്സ്ചറാണ്. ഈ ടെക്സ്ചർ എന്ന് പറയുന്നത് ആക്ച്വലി ഇതിൻ്റെ ഒരു ആസ്തെറ്റിക്സിൻ്റെ ഭാഗമല്ല. ഓക്കെ, ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ അത് അച്ചീവ് ചെയ്യണമെങ്കിൽ നമുക്കൊരു 300 മൈക്രോൺസ് അത് അച്ചീവ് ചെയ്യണം. അത് അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഹണിക്കോം വെച്ചിട്ട് വേണം നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. എങ്കിൽ മാത്രമാണ് ഇതിൻ്റെ ടോട്ടൽ പ്രോപ്പർട്ടി ഇത് അച്ചീവ് ചെയ്യുള്ളൂ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റേസിൻ ഡാമേജ് ആണെങ്കിലും വാട്ടർ പ്രൂഫിംഗ് ആണെങ്കിലും ഇതിൻ്റെ 100% ആ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടണമെങ്കിൽ 300 മൈക്രോൺസ് ആഫ്റ്റർ അപ്ലിക്കേഷൻ നമുക്കിത് കിട്ടണം. അതിന് നമ്മൾ ഈ പറയുന്ന ഹണിക്കോമുള്ള റോളർ വെച്ചിട്ട് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ യഥാർത്ഥത്തിൽ ഉദ്ദേശം ഇത്രേ ഉള്ളൂ. വാട്ടർ പ്രൂഫിംഗ് തന്നെയാണ് ഉദ്ദേശം. നിങ്ങൾ ഇതിൻ്റെ ഭംഗി എന്നുള്ളത് നിങ്ങൾക്ക് സെക്കൻഡ് തിങ് ആണ്. ഇനി ഇതിനകത്ത് ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം ചോദിച്ചോളൂ. ഇപ്പോൾ നമ്മൾ റേസിംഗ് കാപ്പിലറേഷൻ്റെ കാര്യം പറഞ്ഞു, റേസിംഗ് ഡാമേജിൻ്റെ കാര്യവും പറഞ്ഞു. നമ്മുടെ ഇപ്പോൾ ഈ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ നിൽക്കുന്ന വീട് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു മോഡേൺ ഡിസൈനാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഏറ്റവും പ്രശ്നം വരുന്നതാണ് ഇപ്പോൾ ഈ മതിലിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ വെള്ളം വീണ് കഴിഞ്ഞാൽ ഒലിച്ചിറങ്ങുന്നു. അതുപോലെ തന്നെ നമുക്ക് വെള്ളം വലിക്കാനായിട്ടുള്ള സാധ്യത. ഇത് രണ്ടിൻ്റെ ഒരു പ്രിവെൻഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ ഇത് 3 കോട്ട് ആപ്ലിക്കേഷനാണ്. ഓക്കെ, ഇതിൽ നമ്മളൊരു വാട്ടർ പ്രൂഫിൻ്റെ ഒരു നമ്മൾ പ്രൈമർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. WPM 300 എന്നാണ് അതിൻ്റെ പേര്. WPM 300. ഇത് എപ്പോക്സി ബേസ് ചെയ്തുള്ള മെറ്റീരിയലാണ്. നോർമൽ എല്ലാ ആപ്ലിക്കേഷനും എന്താ വെച്ചാൽ നമ്മളൊരു സർഫസിൽ അടിച്ചു കൊടുത്താൽ ഇതിൻ്റെ മേളിൽ ഒരു കോട്ടിംഗ് ആയിട്ടാണ് നിൽക്കുന്നത്. WPM 300 എന്ന് പറയുന്ന എപ്പോക്സി ബേസ് ചെയ്തിട്ടുള്ള വാട്ടർ പ്രൂഫിംഗ് അടിച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ മൈക്രോ ഹോൾസിൽ, അതായത് നമ്മൾ ഈ അടിക്കുന്ന സർഫസ് പ്ലെയിൻ ആയിരിക്കണം. അതായത് നമ്മൾ പ്രൈമറോ വൈറ്റ് സിമെന്റോ ഒന്നും അടിക്കാൻ പാടില്ല. പ്ലാസ്റ്റിക് സർഫസ് ആയിട്ട് നമുക്ക് കിട്ടണം. അതിൽ നമ്മളിത് അടിച്ചു കൊടുക്കുമ്പോൾ ഇതിന്റെ മൈക്രോ ഹോൾസിൻ്റെ ഉള്ളിൽ ഇത് പെനിട്രേറ്റ് ചെയ്യും. അതെ, ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ നമ്മുടെ കണ്ണോട്ട. ശരി, കണ്ണോട്ട. ഈ സിമെന്റ് കൊണ്ട് പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വളരെ ചെറിയ ഹോൾസ് ഉണ്ട്. ആ ഹോൾസിന്റെ
ഉള്ളിലേക്ക് ഇവൻ പെൻട്രേറ്റ് ചെയ്ത് കയറും. പെൻട്രേറ്റ് ചെയ്ത് കയറിയിട്ട് എല്ലാ ഹോൾസെയും ഇവനെ അറസ്റ്റ് ചെയ്യും. അപ്പോൾ തന്നെ പുറത്തുനിന്ന് പോസിറ്റീവ് സൈഡിൽ നിന്നുള്ളതും ഉള്ളിലേക്ക് കയറില്ല, നെഗറ്റീവ് സൈഡിൽ നിന്ന് അതായത് കാപ്പിലറി റിയാക്ഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ നെഗറ്റീവ് സൈഡിൽ നിന്ന് ഡാമ്പനസ് വന്നാൽ പോലും ഇവൻ പീൽ ഓഫ് ആവില്ല. പീൽ ഓഫ് ആവില്ല, ബബിൾ ചെയ്യുക. അത് നമ്മൾ ചില വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ ഒരു 1-2 സീസൺ കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ചുമരിൻ്റെ അടിയിൽ ഒരു 1 അടി 2 അടി ആയിട്ടിലൊക്കെ ചിലപ്പോൾ അത് പീൽ ഓഫ് ആയിട്ട് അല്ലെങ്കിൽ ബബിൾ ചെയ്ത് നിൽക്കുന്നത്. ആ വക ഒരു പ്രശ്നം ഇതിനുണ്ടായിരിക്കില്ല. അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 വർഷം പോലും ആവണ്ട. ഒരു 6 മാസം കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒന്നുമില്ലെങ്കിലും ഇതിപ്പോ മതിലാണ് നമ്മൾ ഓപ്പൺ ആണ് നിൽക്കുന്നത്. അടിയിലും വരാം മുകളിലും വരാം. ശരിയാണ്, നിങ്ങൾക്ക് നോക്കാം. താഴെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഏത് വീടിൻ്റെ എടുത്താലും ഒരു കൊല്ലത്തിന് മുന്നേ തന്നെ പലരും പരാതി പറയുന്നുണ്ട്, ഒളിഞ്ഞിളകുന്നു, ബബിൾസ് വരുന്നു. അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം. അതെ, ഇതിനകത്ത് നമ്മുടെ വീടിൻ്റെ ഉൾപ്പെടെയുള്ള കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ മറ്റൊരു കാര്യം ചോദിച്ചോളൂ. നമ്മളിപ്പോൾ ചെയ്യുന്ന സമയത്ത് ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഫസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് പുട്ടിയിടുന്നതിന് മുന്നേ തരണം എന്ന് പറഞ്ഞു. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? പുട്ടിയോ വൈറ്റ് സിമെൻറ്റോ നമ്മൾ അടിച്ചിട്ടാണ് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ അടിക്കുന്ന പ്രതലം ഏതാണെങ്കിൽ അതിലും കയറി പിടിക്കും. പക്ഷേ പുട്ടിയും ചുമരും തമ്മിലുള്ള ബോണ്ടിങ് നമ്മൾ അടിക്കുന്ന മെറ്റീരിയലിന് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് പുട്ടി മേടിച്ച് കഴിഞ്ഞാൽ പുട്ടിക്ക് ബലം ഉണ്ടാവില്ല. അപ്പോൾ ഇത് പീൽ ഓഫ് ആയി വരും. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റേഡ് ആയിട്ടുള്ള സർഫസിൽ മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. പ്രൈമറോ വൈറ്റ് സിമെൻറ്റോ ഒന്നും അടിക്കേണ്ട കാര്യമില്ല. നേരെ ഡയറക്റ്റ് നമുക്ക് ചുമരുമിക്ക് ഇത് അടിക്കാം. അത്രയും സംഗതിയുടെ ഒരു കോസ്റ്റ് കട്ടിങ് കൂടെ നമുക്ക് ഇതിനകത്ത് നടത്താം, ഒഴിവാക്കാം. ബാക്കി പെയിൻറ്റിങ്ങിൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഒഴിവാക്കാം. ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ കമ്പനി ഇതിന് കൊടുക്കുന്ന വാറണ്ടി 10 years ആണ്. 10 വർഷം എന്ന് പറയുമ്പോൾ എന്ത് ഗ്യാരണ്ടിയാണ് അതിനകത്ത്? ഗ്യാരണ്ടി ഈ പ്രൊഡക്റ്റ് ഒരു തരത്തിലും പീൽ ഓഫ് ആവില്ല. ഒരു കാരണവശാലും ഇത് ബബിൾ ചെയ്യില്ല. ശരി, ഓക്കെ. ഇത് നമ്മൾ നേരത്തെ രണ്ടും പറഞ്ഞാണ്, ഇത് കമ്പനി കൊടുക്കുന്ന വാറണ്ടിയാണ് 10 വർഷം. അതായത് ഞാൻ കൊടുക്കുന്നതല്ല, കമ്പനി പറയുന്ന വാറണ്ടിയാണ്. അപ്പോൾ ഞാൻ ഇതിൽ പറയുന്ന കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ആപ്ലിക്കേഷൻ ത്രൂ ഇതിന് വേറെ ഒന്നും സംഭവിക്കില്ല. അതാണ് നമ്മുടെ ഭാഗത്ത് കൊടുക്കുന്ന അഷുറൻസ്. അത് നമ്മൾ തന്നെ നമ്മുടെ ആപ്ലിക്കേറ്റേഴ്സ് തന്നെ നമ്മുടെ ആപ്ലിക്കേറ്റേഴ്സ് മാത്രം തന്നെയാണ്. വേറൊരു ഇതുമില്ല, നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നതിന് വേറെ ഒന്നുമില്ല, നമ്മുടെ ആപ്ലിക്കേറ്റേഴ്സ് മാത്രമാണ് ചെയ്യുന്നത്. അതായത് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ടീമുണ്ട് നമ്മുടെ, അവരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരി, എക്സ്റ്റീരിയർ പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്ന ഈ പ്രൊഡക്റ്റിലാണ്. അതെ, ആകെ 2 കളറേ ഡോക്ടർ ഇവിടെ ചെയ്തിട്ടുള്ളൂ, നിങ്ങൾക്ക് ചെയ്ത് തന്നിട്ടുള്ളൂ. അതെ, ആ 2 കളർ ഒന്ന് വൈറ്റ് ആണ്, ഒന്ന് നമ്മുടെ ഗ്രേ കളറാണ്. ഗ്രേ ബീച്ച് എന്നാണ് ഈ കളറിന്റെ പേര്. ഗ്രേ ബീച്ച്. ഇപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ആദ്യം പറഞ്ഞതിന് പ്രകാരം ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് ആൻഡ് ഫൈനൽ പ്രിഫറൻസ് നിങ്ങൾ ഇതിന്റെ പ്രൊട്ടക്ഷൻ ആണെന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞു. സോ അതിന്റെ ഫിനിഷ് അല്ലെങ്കിൽ അതിന്റെ കളറിൽ നമുക്ക് പരിമിതികളുണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ എത്ര കളേഴ്സ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്? നമുക്ക് കമ്പനിയിൽ നിന്നും ടോട്ടൽ 11 കളേഴ്സ് അവൈലബിൾ ആണ്. ഇതാണല്ലേ? ഇത് കമ്പനിയിൽ നിന്നും 11 കളേഴ്സ്, വൈറ്റ് അടക്കം 11 കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ഇത് വൈറ്റ് ആണ്. അതെ, ഇതിപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഗ്രേ ബീച്ച്. ഈ കളറാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്, ഗ്രേ ബീച്ച്. ഇതാണല്ലേ? യെസ്. ഓക്കെ, അതിൽ തന്നെ ലൈറ്റ് ഗ്രേ ഉണ്ട്, പിന്നെ അതുപോലെ ക്രീം ഉണ്ട്, ഗോൾഡൻ യെല്ലോ, വിൻഡോ ഗ്രേ, ലൈറ്റ് ആൽമണ്ട്. യെസ്, അങ്ങനെ 11 കളേഴ്സ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഒരു കളർ നമ്മൾ കണ്ടു. ഓക്കെ, നമുക്കിപ്പോൾ ഒരു ഈ വൈറ്റ് എനിക്ക് വേറൊരു കളറുമായിട്ട് മിക്സ് ചെയ്ത് വേറൊരു കളർ ഉണ്ടാക്കാൻ പറ്റുമോ? ഈ കളേഴ്സ് തമ്മിലുള്ള കാര്യം, ഈ കളേഴ്സ് തമ്മിൽ നമുക്ക് വേണമെങ്കിൽ മിക്സ് ചെയ്യാം. വേണമെങ്കിൽ മിക്സ് ചെയ്യാം. ഇത് കാര്യത്തിൽ ഇത് എല്ലാതും ഒരേ പ്രോപ്പർട്ടിയാണ്. ഇത് കമ്പനിയിൽ നിന്നും വരുന്ന പ്രൊഡക്റ്റ് ആണ്. അതല്ലാതെ നമ്മൾ വൈറ്റ് കളറിൽ വേറെ പുറത്തുനിന്നൊരു ടിൻറ്റിങ് നമ്മളത് സജസ്റ്റ് ചെയ്യുന്നില്ല. വേറൊരു കളറോ വേറൊരു പെയിന്റോ ഇതിനകത്ത് നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രോപ്പർട്ടി നഷ്ടപ്പെടാം. അപ്പോൾ ചിലപ്പോൾ മേ ബി നമ്മൾ ഈ പറഞ്ഞ 10 വർഷത്തെ വാറണ്ടി നമുക്ക് കിട്ടിക്കോളം നിർബന്ധമില്ല. അപ്പോൾ നമുക്ക് ഈ പറയുന്ന 11 കളേഴ്സും വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എങ്ങനെ ഏത് രീതിയിൽ നിങ്ങൾക്കത് കോമ്പിനേഷൻ ഉണ്ടാക്കിയിട്ട് ഒരു കളർ നമുക്ക് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. അത് വേണം നമുക്ക് അപ്ലൈ ചെയ്യാം. കാരണം ഈ 11 കളേഴ്സിൻ്റെയും പ്രോപ്പർട്ടി സെയിം ആണ്. അപ്പോൾ ഇതിൽ വൈറ്റിന് കിട്ടുന്ന ഒരു സ്പെഷ്യൽ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഇത് ഹീറ്റ് റിഫ്ലക്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ്. എല്ലാ പ്രൊഡക്റ്റിലും വാട്ടർ പ്രൂഫിംഗ് ആണ്, ഹീറ്റ് റിഫ്ലക്ട് ചെയ്യുന്നതാണ്. എല്ലാ പ്രൊഡക്റ്റിനും എല്ലാ കളേഴ്സിനും ഈ ഹീറ്റ് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. വൈറ്റ് ആകുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ കിട്ടും. റിഫ്ലക്റ്റീവ് ആണല്ലോ. അതുകൊണ്ട് തന്നെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഉള്ള പ്രൊഡക്റ്റ് ആണിത്. മീൻസ് നമുക്ക് ഇതിനുള്ള ചൂട് കമ്പാരിറ്റീവ്ലി പുറത്തുള്ള ചൂടിനേക്കാളും കമ്പനി അവകാശപ്പെടുന്ന 8 to 10 ഇതാണ് പറയുന്നത്, സെന്റിഗ്രേഡ്. പക്ഷേ നമുക്കൊരു 5 ഇതുവരെ നമുക്ക് ഇതിൽ വ്യത്യാസം വരുന്നുണ്ട്, ഒഴിവാക്കാൻ സാധിക്കും. ഇതിൽ ഇപ്പോൾ ഇതിൽ തന്നെ നമ്മൾ കണ്ടതിന് പ്രകാരമുള്ള കളേഴ്സ്, അത് കൂടാതെ നമുക്ക് വേറെ ഇപ്പോൾ റാൽ കളേഴ്സ് ഏതെങ്കിലും ടിൻറ്റ് ചെയ്ത കളേഴ്സ് ഏതെങ്കിലും എടുക്കാൻ പറ്റും? നമുക്ക് ടിൻറ്റ് ചെയ്ത കളേഴ്സ് എടുക്കണമെങ്കിൽ അവരൊരു മിനിമം ക്വാണ്ടിറ്റി പറഞ്ഞിട്ടുണ്ട്. ഒരു 10 to 15 ബക്കറ്റ്സ് ഉണ്ടെങ്കിലാണ് നമുക്ക് പറയുന്നത്. അതിന് ഇത്തിരി സമയം നമ്മൾ കൊടുക്കണം, ഒരു ലീഡ് ടൈം നമ്മൾ അവർക്ക് കൊടുക്കണം പ്രൊഡക്ഷന് വേണ്ടിയിട്ട്. കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഷുവറായിട്ടും ചെയ്യും. നമുക്ക് ഏറ്റവും നല്ലത് കമ്പനിയിൽ നിന്ന് കമ്പനി തരുന്ന പ്രൊഡക്ട്സ് അല്ലെങ്കിൽ അവരെ കൊണ്ട് ടിൻറ്റ് ചെയ്യിപ്പിച്ചെടുക്കുന്ന കളേഴ്സാണ് ഏറ്റവും നല്ലത്, ബെസ്റ്റ്. അതാണ് നമുക്കതിൽ വേറെ പ്രോപ്പർട്ടിയിലോ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയിലോ ഒന്നും സംഭവിക്കുന്നില്ല. നമുക്ക് ധൈര്യമായിട്ട് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പറയും. തീർച്ചയായും. ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ഒരു ഇൻസ്റ്റലേഷൻ
ഡെമോൺസ്ട്രേഷൻ വീഡിയോസ് നമ്മുടെ വീട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഏതൊക്കെ സ്റ്റെപ്സ് ആണ് എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ഇൻസ്റ്റലേഷൻ വീഡിയോസ് ആ സമയത്തുണ്ടാവും. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഡോക്ടർ ഇവിടെ ഉണ്ട്, പിന്നെ അത് കൂടാതെ നമ്മുടെ ഇൻസ്റ്റലേഷൻ നടക്കുന്ന ഒരു സൈറ്റും ഉണ്ട്. അതെനിക്കൊന്ന് പ്രിപ്പയർ അല്ലേ, അത് നമുക്ക് പോയി കാണാം. തൽക്കാലം നമുക്കിപ്പോൾ 1 വർഷം ആയ ഒരു പ്രൊഡക്റ്റ് ആണല്ലോ, നമുക്ക് ഡോക്ടറെ അടുത്തൊരു ഫീഡ്ബാക്ക് ചോദിച്ചോളാം. ഡോക്ടർ സജീവ്, സന്തോഷം. ഞാനൊരു കാര്യം ചോദിച്ചോളാം, ഇങ്ങനൊരു പ്രൊഡക്റ്റിലോട്ട് ഡോക്ടർ എത്താനായിട്ടുള്ള റീസൺ എന്താണ്? നമ്മുടെ മനുരാജ് എന്ന് പറഞ്ഞ ആർക്കിടെക്ട് ഫേം, മനുരാജൻ്റെ അസോസിയേറ്റ്സ് ആണ് നമ്മുടെ ഇത് വീടിൻ്റെ ആർക്കിടെക്റ്റിൽ എല്ലാം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മനുരാജ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതൊരു കണ്ടംപററി ടൈപ്പ് വീടുകൾക്ക് നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാട്ടർ പ്രൂഫിങ് ചെയ്തില്ലെങ്കിൽ എന്താ പറയുക കഴിഞ്ഞാൽ കുറച്ച് നാൾ കൂടി കഴിയുമ്പോഴേക്കും ഇതിൻ്റെ വീടിൻ്റെ പുറംഭിത്തിയും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പൂപ്പൽ പിടിക്കാനും കുറച്ച് മറ്റേ ഭംഗി കുറയാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ അതിൽ ഏറ്റവും വാട്ടർ പ്രൂഫിങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെയധികം നല്ലതാണെന്നുള്ളത് മറ്റേ കഴിഞ്ഞാൽ ആർക്കിടെക്റ്റ് അത് അങ്ങനെ നമ്മളെടുത്ത് അഡ്വൈസ് ചെയ്തു. അപ്പം നമ്മൾ യാതൊരു സംശയം കൂടാതെ നമ്മൾ വാട്ടർ പ്രൂഫിങ് നമ്മൾ ചെയ്യാമെന്ന് തീരുമാനിക്കുകയാണുണ്ടായത്. അപ്പോൾ അവർ ദീപക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുരാജ് തന്നെ മറ്റേ കഴിഞ്ഞാൽ റെഫർ ചെയ്തതാണ് ദീപകിനെ. ഒരു കസ്റ്റമർ അടുത്ത് എന്ന് എപ്പോഴും ചോദിക്കാനായിട്ടുള്ള ഒരൊറ്റ കാര്യമുള്ളൂ, ഡോക്ടർ ഹാപ്പിയാണോ? 100% സന്തോഷമാണ്. താങ്ക് യു ഡോക്ടർ. ശരി ശരി ശരി. യഥാർത്ഥത്തിൽ ഒരു കസ്റ്റമർ 1 വർഷം കഴിഞ്ഞിട്ട് ആ പ്രോഡക്റ്റിനെ കുറിച്ച് ഹാപ്പിയാണ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രത്യേകിച്ച് നമുക്ക് പലപ്പോഴും പല പ്രോഡക്റ്റുകളും കാണുമ്പോഴും പരിചയപ്പെടുമ്പോഴും നമ്മുടെ വീട്ടിലോട്ട് അത് ഉപകാരപ്പെടും എന്നുള്ളതാണ് ചിന്തിക്കാറ്. എനിക്ക് തോന്നുന്നു ഞാനൊരു റൈറ്റ് ടൈമിലാണെന്ന് വിചാരിക്കുന്നത്. പിന്നെ എനിക്ക് നമ്മുടെ ഈ ഒരു വീടിൻ്റെ സൈഡിലിരിക്കുന്ന ഇപ്പോൾ വെള്ളത്തിൻ്റെ കാര്യം പറയുമ്പം, നമ്മുടെ ക്യാപിലറി ആക്ഷൻ്റെ ഡാംനസിൻ്റെ കാര്യം പറയുമ്പോൾ വെള്ളം ചേർന്ന് പോകുന്നൊരു സ്ഥലമാണ്. ഇവർ സ്ഥിരമായിട്ട് നനയ്ക്കുന്ന ഒരു സ്ഥലമൊക്കെയാണ്, സ്ഥിരമായിട്ട് നനയ്ക്കുന്ന സ്ഥലമാണ്. നമുക്ക് അടിയിൽ ഫ്ലോറിൽ നമുക്ക് ആ നനച്ചതിൻ്റെ നനവും ഡാമ്പനസും നമുക്ക് അവിടെ കാണാൻ സാധിക്കും. എങ്കിൽ പോലും ചുമരുമിക്ക് ഒന്നും കയറിയിട്ടില്ല. ഇനി ഇത് മാത്രമല്ല, ഇവിടെ 4 ചുവരിൻ്റെയും അല്ലെങ്കിൽ ഈ വീടിൻ്റെ ചുറ്റും മണ്ണും അതുപോലെ ചിപ്സും ഒക്കെ ഉണ്ട്. അവിടെ നിന്നെല്ലാം ഈ പറഞ്ഞ പോലെ തെറിച്ചിട്ടുണ്ട്, മണ്ണ് തെറിച്ചിട്ടുണ്ട്. അവിടെ പോലും ഇതിനകത്ത് 1% പോലും ഒരു ബബിൾ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഇനി നമുക്ക് നമ്മുടെ സൈറ്റിലോട്ട് പോയാലോ? ഒരു ഐഡിയയ്ക്ക് ആയിട്ട് നമുക്ക് നമ്മുടെ സൈറ്റിലൊന്ന് കാണിച്ചു കൊടുക്കാം. അപ്പോൾ ദീപക്, നമ്മൾ ഇതിന്റെ വർക്ക് നടക്കുന്ന ഒരു സൈറ്റിലാണ് നിൽക്കുന്നത്. ഇതാണോ പണിയായുധങ്ങൾ? അതെ, ഇതാണ് നമ്മുടെ മെയിൻ പണിയായുധങ്ങൾ. ഇത് നമ്മൾ പ്രൈമർ അടിക്കുന്ന റോളർ, ഒരു കോട്ടൺ പോലത്തെ അല്ലേ? ഇതിലൊരു ചെറിയ വ്യത്യാസം ഉണ്ടല്ലോ. ഇതാണ് നമ്മുടെ ഹണിക്കോം എന്ന് പറയുന്ന റോളർ. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നത്. ഇത് PVC പോലത്തെ അങ്ങനെ സ്പോഞ്ച് മെറ്റീരിയലാണ്. ഇതിന്റെ ഒരു ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ ഹണിക്കോം ആണ്. ഈ ടെക്സ്ചർ എന്ന് പറയുന്നത് ഇതിന്റെ ഒരു 300 മൈക്രോൺസ് തിക്നെസ് വരണമെങ്കിൽ ഈ ടെക്സ്ചർ തന്നെ ഉപയോഗിക്കണം. അതിൽ വേറെ ടെക്സ്ചേഴ്സ് ഒന്നും നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റില്ല. ഈ ഹണിക്കോം എന്ന് പറയുന്ന ടെക്സ്ചർ തന്നെയാണ് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോഴാണ് ഈ പ്രൊഡക്റ്റിന്റെ പ്രോപ്പർട്ടി കറക്റ്റായിട്ട് നമുക്ക് ഇതിൽ കിട്ടുന്നത്. ഈ വർക്ക് നടക്കുന്ന സൈറ്റിലാണ്. ഇതിപ്പം എനിക്ക് തോന്നുന്നു 10,000 സ്ക്വയർ ഫീറ്റ് ഉണ്ടല്ലേ? ഇത് 12,000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. 12,000? ഇത് നമ്മുടെ ഡോക്ടറുടെ വർക്ക് ചെയ്ത അതേ ആർക്കിടെക്ട് ആണ്. I2A എന്നാണ് ആർക്കിടെക്റ്റിന്റെ പേര്. ആളുടെ മനുരാജ് എന്നാണ് ആർക്കിടെക്റ്റിന്റെ പേര്. അദ്ദേഹത്തിന്റെ വർക്കെല്ലാം ഭയങ്കര വ്യത്യസ്തമാണ്. അപ്പൊ നമുക്ക് ഇതെന്നാ നമ്മുടെ നമുക്ക് ആ പില്ലറിൽ നമുക്കൊന്ന് അടിച്ച് നോക്കാം. ഇതിനൊരു വിസ്കസ് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇത് വാട്ടർ ബേസ്ഡ് അല്ല. ഓ ശരി. അതെ, അതിലോട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും യഥാർത്ഥത്തിൽ ഒരു പ്ലാസ്റ്റിക് ഇരിക്കുന്ന പോലെ ഇരിക്കുന്നു അല്ലേ? ഓക്കെ. ഇപ്പൊ നമ്മൾ ഈ പില്ലറിലോട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെയാ? അത് എല്ലായിടത്തേക്കും ഒരേ അളവിൽ എത്താൻ വേണ്ടിയിട്ടാണ് ചെയ്യണത്. ഓ യെസ്. താഴെ ഒരു കോട്ട് ഓൾറെഡി ഇതിനകത്ത് ഒരു കോട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് കോട്ട് ആപ്ലിക്കേഷൻ ആണ്. ഓക്കെ. എനിക്ക് പറഞ്ഞാൽ ഒരു വളരെ സിമ്പിളായിട്ട് ചെയ്തു പോകുന്ന നമുക്ക് വെളിയിൽ നോക്കുമ്പോൾ കാണാം അല്ലേ? നമുക്ക് ഇതിലെന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഏരിയയിലും സ്പെസിഫൈഡ് തിക്നെസ് നമുക്ക് ഇതിൽ വരണം. അതാണ് ഇതിൽ ചെയ്യേണ്ടത്. ഒരേപോലെ വരണം. അതായത് നമ്മൾ ഈ പറയുന്ന ഒരു ഡ്രൈ ഫിലിം തിക്നെസ് എന്ന് പറയുന്നത് 300 മൈക്രോൺസ് ആണ്. ആ തിക്നെസ് നമുക്കിതിൽ എല്ലായിടത്തും വരണം. എങ്കിൽ മാത്രമാണ് ഇതിന്റെ കറക്റ്റ് പ്രോപ്പർട്ടി നമുക്ക് ഇതിൽ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ വാട്ടർ പ്രൂഫിംഗ് ആണ്, ഹീറ്റ് റിഫ്ലക്റ്റിംഗ് ആണ്. ഈ എല്ലാതും നമുക്ക് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ 300 മൈക്രോൺസിന്റെ തിക്നെസ് എല്ലാ ഏരിയയിലും വരണം, കൃത്യമായിട്ട് വരണം. അപ്പോൾ ഇതിന്റെ വർക്ക്മാൻഷിപ്പ് ഭയങ്കര പ്രധാനമായിരിക്കും. അതെ, വർക്ക്മാൻഷിപ്പ് ഭയങ്കര പ്രധാനമാണ്. ഇതിന്റെ പ്രൈമർ അടിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. പ്രൈമർ 2 പാർട്ടാണ്. അപ്പോൾ ഈ 2 പാർട്ട് പ്രൈമർ എന്ന് പറയുമ്പോൾ വൺസ് ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം 1 hour ആണ് ഇത് നമുക്ക് വൺസ് ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ഉള്ളിൽ നമ്മളിത് അപ്ലൈ ചെയ്യണം. അതെ, അപ്പോൾ 1 hourന്റെ ഉള്ളിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ മിക്സ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ. ഇതിൽ തന്നെ നോക്കിയാൽ കാണാം ഇതിൻ്റെ ആ വർക്ക് ടെക്സ്ചർ
ഇതൊരു ടെക്സ്ചർ, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒരു ടെക്സ്ചർ വർക്ക് പോലെ പോകുന്നതായിട്ട് കാണാൻ പറ്റും. ഇത് സെറ്റ് ആവാൻ എത്ര ടൈം എടുക്കും? ഇത് 24 hours ആണ് ശരിക്കും പറഞ്ഞാൽ ഫുൾ സെറ്റിംഗ് ടൈം പറഞ്ഞത്. 4 hours ശേഷം ഇത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. 6 hours സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും, ഡ്രൈയിങ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. 24 hours വേണം നമുക്കത് 100% ഡ്രൈ ആവാൻ. 24 hours കഴിഞ്ഞാൽ പിന്നെ നമുക്കടുത്ത് ഇതിപ്പോൾ ഫസ്റ്റ് ലെയർ ആപ്ലിക്കേഷൻ ആണോ ചെയ്യുന്നത് അതോ സെക്കൻഡ് ലെയർ ചെയ്തിട്ടുണ്ട്? ഫസ്റ്റ് ലെയർ ഓൾറെഡി അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഇതിൽ ഞാനൊരു ചെറിയ കാര്യം ചോദിച്ചോട്ടെ. ഇതാണ് നമ്മൾ ഇവിടെ ടിൻറ്റ് ചെയ്ത കളർ അല്ലേ? അതായത് ഇങ്ങനെയുള്ളത് നമ്മൾ ആദ്യം പറഞ്ഞതിന് പകരം ഒരു ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. ഇത് നമ്മൾ പേഴ്സണലി ടിൻറ്റ് ചെയ്തതല്ല, ഇത് നമ്മൾ കമ്പനിയിൽ നിന്നും ടിൻറ്റ് ചെയ്തെടുപ്പിച്ചതാണ്, കൊണ്ടുവന്നാണ്. ഇത് ഏകദേശം ഒരു 15 bucketsന്റെ റിക്വയർമെന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കമ്പനിയിൽ നിന്ന് നമ്മളൊരു കളർ ചാർട്ട് കൊടുത്ത് ആ കളർ ചാർട്ട് നമ്മൾ ടിൻറ്റ് ചെയ്യിപ്പിച്ചിട്ട് നമ്മൾ എടുത്തതാണ്. നമുക്ക് ആ ഫിലിം ഇതിൻ്റെ ആ ഒരു ടെക്സ്ചർ നമുക്ക് ആ ഇലോങ്ങേഷൻ നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം അല്ലേ? ഇതിൽ തന്നെ വാട്ടർ പ്രൂഫിംഗ് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഇതിന്റെ എലോങ്ങേഷൻ എന്ന് പറയുന്നത് 460% ആണ് ഇതിന്റെ എലോങ്ങേഷൻ പ്രോപ്പർട്ടി പറയുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കൂ. അതായത് വാട്ടർ പ്രൂഫ് ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലുള്ളൊരു മെറ്റീരിയൽ ഇതിന്റെ ഒരു പ്രത്യേകത 460% ആണ് ഇതിന്റെ എലോഗേഷൻ എന്ന് പറഞ്ഞാൽ. ഇൻ കേസ് നമ്മൾ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ചുമരിൽ ഒരു ക്രാക്ക് വരികയാണ്, 2 mm വരെയുള്ള ക്രാക്ക് ആണെങ്കിൽ പോലും ഈ പ്രോഡക്റ്റ് വിത്ത്സ്റ്റാൻഡ് ചെയ്യും. ചുമ എന്ന് പറയുമ്പോൾ നല്ല ഇതായി, നല്ല ക്രാക്കായി, ആ ക്രാക്ക് ആണെങ്കിൽ പോലും ഈ പ്രോഡക്റ്റ് അതിനോടൊപ്പം വിത്ത്സ്റ്റാൻഡ് ചെയ്യും. ഇനി ഞാനൊരു ഡൗട്ട് ചോദിച്ചത്, നമ്മളിപ്പോൾ ഒരു സാധാരണഗതിയിൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സ്വഭാവമുണ്ട്, അതിനകത്ത് ഒരാവശ്യമില്ല ആണി അടിച്ചു, എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ആണി അടിച്ചു കഴിഞ്ഞാലുള്ളൊരു പ്രോപ്പർട്ടി എന്താ? ആണി അടിച്ചു കഴിഞ്ഞാൽ ആണി അടിക്കുന്നിടത്ത് ഹോളാണ്. അതെ, ഓക്കെ. അതിൻ്റെ ഉള്ളിലൊക്കെ മേ ബി വെള്ളം കയറുമായിരിക്കാം. പക്ഷേ ഇത് നമ്മൾ അടിച്ചിരിക്കുന്ന പ്രൈമർ 300 ആണെങ്കിൽ അത് പുറത്തേക്ക് ഈ വെള്ളം വരില്ല, ഉള്ളിൽ തന്നെ നിൽക്കും. വെളിയിൽ മോയ്സ്ചർ അല്ലെങ്കിൽ ഡാമ്പിനെസ് വന്നിട്ട് ഇത് ബബിൾ ചെയ്യില്ല. യെസ്. ഇതിൽ ഞാൻ ചോദിച്ചോട്ടെ, നമ്മളിപ്പോൾ പറഞ്ഞത് 300 വേറെ എന്തെങ്കിലും അല്ലാതെ വേറെ നമുക്കുണ്ടോ? ഒരു 265 എന്ന് പറയുന്ന ഒരു വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൈമർ ഉണ്ട്. പക്ഷേ 265 എന്ന് പറയുന്ന പ്രൈമർ ഉപയോഗിക്കുമ്പോൾ അതിന് നേരത്തെ പറഞ്ഞ എലോങ്ങേഷൻ ഈ പറയുന്ന കാപ്പിലറി റിയാക്ഷൻ കൊണ്ട് ഉണ്ടാകുന്ന അല്ലെങ്കിൽ നെഗറ്റീവ് സൈഡിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ നമുക്ക് ആ ഇതിൽ കിട്ടില്ല. അതിൽ കോസ്റ്റ് എഫക്റ്റീവ് ആണ്, പക്ഷേ നെഗറ്റീവ് സൈഡിൽ നിന്ന് വരുന്ന പ്രഷർ ഒന്നും അത് സ്റ്റാൻഡ് ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ 300 ആണ് നമ്മൾ എല്ലായിടത്തും പ്രൊമോട്ട് ചെയ്യുന്നതും അതാണ് നമ്മൾ ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. ഇതിനകത്ത് ഒരേ പ്രോഡക്റ്റ് പലപ്പോഴും നമ്മൾ പല കമ്പനികളുടെയും പ്രോഡക്റ്റുകൾ വരും. ഇവർക്ക് പല ഗ്രേഡ് പ്രോഡക്ട്സ് ഉണ്ടാവും. അത് ഒന്ന് എക്കണോമിക്കലാണെങ്കിൽ മറ്റൊന്ന് എന്ന് പറയുന്നത് ഫുള്ളി സീൽഡ് ആയിട്ടുള്ള ക്വാളിറ്റി മെറ്റീരിയൽ ആയിരിക്കും. അപ്പം ഇതിന് രണ്ടും തമ്മിൽ അജഗജാന്തരമായിരിക്കും, ഭയങ്കര വ്യത്യാസമുണ്ട്. പെർഫോമൻസിൽ 265 ഉം 300 രണ്ടും പ്രൈമറാണ്. നേരത്തെ പറഞ്ഞ പോലെ ആന കുതിര വ്യത്യാസമുണ്ട്. 300 ആണെങ്കിൽ നെഗറ്റീവ് സൈഡിൽ നിന്ന് പ്രഷർ എടുക്കും, 265 ആണെങ്കിൽ നെഗറ്റീവ് സൈഡിൽ നിന്ന് പ്രഷർ എടുക്കില്ല. ഇതിന്റെ പ്രൈസും എനിക്ക് തോന്നുന്നു വ്യത്യാസമായിരിക്കും. എനിക്ക് അതിൻ്റെ കൂടെ പ്രൈസ് ഏകദേശം പ്രൈസ് നമ്മളിത് ചെയ്യുമ്പോൾ ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് പറയാൻ പറ്റും. രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 70-65 rupees നമുക്ക് 300 വെച്ച് ചെയ്യുമ്പോൾ വരും. ആപ്ലിക്കേഷൻ എല്ലാം അടക്കം നമുക്ക് മറ്റേതാകുമ്പോൾ ഒരു 5 rupees വ്യത്യാസം ഉണ്ടായിരിക്കും. അത്രേ ഉള്ളൂ. ഇതിൽ നമുക്ക് വർക്കിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ആപ്ലിക്കേഷനേക്കാളും കൂടുതൽ വരുന്നത് ഈ സൈറ്റിനെ നമ്മൾ വർക്ക് ചെയ്യാനുള്ള കണ്ടീഷനിലേക്ക് എത്തിക്കുക. അതായത് ഇപ്പോൾ ചുമരിലാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ പ്ലംബിങ്ങിന് വേണ്ടിയിട്ട് ഇലക്ട്രിക്കൽ ലൈൻ വേണ്ടി ഇവർ കട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ പാച്ചുകൾ ഉണ്ടായിരിക്കും. ആ പാച്ചുകൾ മുഴുവൻ സാൻഡ് ചെയ്ത് ലെവൽ ചെയ്തതിന് ശേഷം എല്ലായിടത്തും സാൻഡ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. അതായത് ചുമരിലുള്ള വേരിയബിൾ പാർട്ടിക്കിൾസ് മുഴുവൻ നമ്മൾ റിമൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ അടിക്കുന്ന എല്ലാ ഏരിയയിലും പുട്ടിബ്ലേഡും സാൻഡ് പേപ്പറും നമ്മുടെ സ്റ്റാഫ് എത്തിച്ചിരിക്കും, നമ്മുടെ ടീം എത്തിച്ചിരിക്കും. അതിനുശേഷം മാത്രമേ ഇത് അപ്ലൈ ചെയ്യുന്നത്, എങ്കിൽ മാത്രമേ ഇതിന്റെ പെർഫോമൻസ് കിട്ടുന്നുള്ളൂ. അപ്പോൾ പ്രൊഡക്റ്റിനേക്കാളും കൂടുതൽ വർക്ക്മാൻഷിപ്പും ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രധാനം ഇതിനകത്ത് ഞാൻ നിങ്ങളുടെ ഒരു സജഷൻ ചോദിക്കണം. ഇന്റീരിയറും എക്സ്റ്റീരിയറും സജസ്റ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എങ്ങനെ സജസ്റ്റ് ചെയ്യും? നമുക്ക് എക്സ്റ്റീരിയർ മാത്രമേ ഇതിന്റെ ആവശ്യമുള്ളൂ. കാരണം പണ്ടുള്ളവർ പറയും വീടിന്റെ അകം നന്നായിരിക്കണമെങ്കിൽ വീടിന്റെ പുറംഭാഗം വൃത്തിയാക്കി സൂക്ഷിച്ചാൽ വീടിന്റെ അകം നന്നായിരിക്കണം. അപ്പോൾ നമ്മൾ വീടിന്റെ പുറത്ത് മഴയോ വെയിലോ വന്നിട്ട് നമ്മുടെ ചുമരിന് എന്തെങ്കിലും സംഭവിക്കാതിരിക്കാനുള്ള പ്രൊട്ടക്ഷനാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. അത് കൊടുത്തു കഴിഞ്ഞാൽ അകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ വാൾപേപ്പറോ പൊട്ടിയോ വാട്ടെവർ ഇറ്റ് ഈസ്, അതൊരു പ്രധാന സംഗതിയാണ്. വാൾപേപ്പർ ഒരു ഒട്ടിക്കാം. യെസ്, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇന്റീരിയറിൽ ഒട്ടിക്കാം. കാരണം മോയ്സ്ചർ വരുന്നില്ല ഉള്ളിൽ, ഡാമേജ് ഉള്ളിലേക്ക് വരുന്നില്ല. അപ്പോൾ പിന്നെ വേറെ ഒന്നിനും ഒരു പ്രശ്നം വരുന്നില്ല. ധൈര്യമായിട്ട് നമുക്ക് ഇന്റീരിയർ ഏത് ആപ്ലിക്കേഷൻ വേണമെങ്കിലും പോകാം, യൂസ് ചെയ്യാം. വാട്ടർ പ്രൂഫിങ്ങിനെ കുറിച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. വാട്ടർ പ്രൂഫിങ്ങിനെ കുറിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ എൻ്റെ വീട് ചെയ്യുന്ന സമയത്ത് അന്വേഷിച്ചുകൊണ്ടിരുന്ന ഒരു പ്രൊഡക്റ്റാണ് ആക്ച്വലി ഇത്. കാരണം വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ജീവക്ചി പറഞ്ഞു ഇതിനകത്ത് അസ്തെറ്റിക്സ് നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഫിനിഷാണ് യഥാർത്ഥത്തിൽ മാറ്റ് ഫിനിഷ്. പേഴ്സണലി എൻ്റെ വീടിനകത്ത് ചെയ്ത് ഫൈനൽ ആകുമ്പോഴത്തേക്കും അതിലൊരു ഗ്ലോസി ഏരിയ പോലും ഉണ്ടാകരുതെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ സംഭവിക്കുന്ന എനിക്കറിയില്ല, നമുക്ക് നോക്കാം. പക്ഷേ ഈ ഒരു സംഗതി അസ്തെറ്റിക്കിൻ്റെ ഒരു ഭാഗം കൂടെയാണെന്ന് എനിക്ക് ഇപ്പോൾ നിങ്ങൾ പറയുമ്പോഴത്തേക്കും അതിനകത്തുനിന്ന് വ്യത്യസ്തമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞത്.
ഇനി നമ്മുടെ സർവീസ് ആൻഡ് നെറ്റ്വർക്ക് നമ്മൾ എവിടെയൊക്കെ വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്? നമ്മൾ ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് തൃശ്ശൂരാണ്. എറണാകുളം, പാലക്കാട്, കോട്ടയം വരെ ഞാൻ എൻ്റെ 2 ടീമിനെ വെച്ചിട്ട് വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓൾ കേരളയിൽ നമുക്ക് പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യാൻ പറ്റും. അവർക്കൊരു ടീം ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയ തോതിലുള്ള ഒരു ട്രെയിനിങ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഈ കമ്പനിയിൽ ഞാൻ ട്രിവാൻഡ്രത്ത് കുറച്ചുകൾ വർക്ക് ചെയ്തിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് എനിക്ക് നല്ല നോളജ് ഉണ്ട്. അപ്പോൾ ആ നോളജ് എനിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും പറ്റും, എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ എനിക്കൊരു ടീമുണ്ട്, പക്ഷേ നമുക്കൊരു ലിമിറ്റ് ഉണ്ട്. നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ലിമിറ്റ് ഉണ്ട്. എനിക്ക് തൃശ്ശൂർ മെയിനായിട്ട് ചെയ്യാം, എറണാകുളം ചെയ്യാം, പാലക്കാട് ചെയ്യാം, കോട്ടയം വരെ ഞാനിപ്പോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് മേലെ വരുമ്പോൾ നമുക്ക് ടീമിൻ്റെ സ്ട്രെങ്ത് കൂട്ടുന്ന ഇഷ്യൂ പ്രോഡക്റ്റ് കേരളത്തിൽ എവിടെ വേണമെങ്കിലും സപ്ലൈ ചെയ്യാം. ഇഷ്യൂ കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ഇവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഇപ്പം നമ്മൾ അതിൻ്റെ ചെറിയ ഭാഗം മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ആപ്ലിക്കേഷനും കാര്യങ്ങളും നമ്മുടെ വീട് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ബാക്കി എന്തെങ്കിലും സംശയങ്ങളുണ്ട് വിളിക്കുക, ഷുവറായിട്ട് വിളിക്കാം. എൻ്റെ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം എനിക്ക്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇത്രയും നമുക്ക് ഡിസ്ക്രൈബ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. നമുക്കിതിന് വളരെ വർഷങ്ങൾക്ക് മുന്നേ ഇങ്ങനെയൊരു പ്രൊഡക്റ്റുകളൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അതിന് പറ്റിയ പ്രൊഡക്റ്റുകളുണ്ട്. നിങ്ങളുടെ വീടുകൾ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് കുറച്ച് ലോങ് ലൈഫിലേക്ക് എന്ന് ചിന്തിച്ചിട്ട് വേണം. തൽക്കാലത്തേക്കുള്ള ഒരു കുറച്ച് പൈസ ലാഭിക്കാനായിട്ട് നമ്മളിത് ഒഴിവാക്കുക എന്ന് പറയുന്നതിനോട് എനിക്ക് പേഴ്സണലി യോജിപ്പില്ല, പ്രൊഫഷണലി. ഇനി ഇതുള്ള വീഡിയോസ് വരും, അതിനുള്ള ചാനലാണ് ഡോക്ടർ ഇന്ത്യൻ. സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക, ലൈക്കും ഷെയറും ചെയ്യുക, കമൻറ്റുകൾ തീർച്ചയായിട്ടും ഇടുക. മറ്റൊരു മികച്ച വീഡിയോയുമായി ഞാൻ വീണ്ടും എത്തും. അതുവരേക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ്, ഡോക്ടർ ഇന്റീരിയർ.